ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. ആക്റ്റീവ 5G ആണ്. അതിൽ ഓയിൽ ചേഞ്ചിന് വന്നതാണ്. അപ്പോൾ ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ അയച്ചിട്ടുണ്ട് മാറ്റാനായിട്ട്. പിന്നെ നമുക്കതിൽ വണ്ടി തള്ളണ സമയത്തൊക്കെ ഹാൻഡിൽ, അതേ വണ്ടി ഓടിക്കുമ്പോഴായാലും ഹാൻഡിൽമേ ബലം അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ തള്ളണ സമയത്തായാലും ഹാൻഡിൽമേ നമുക്ക് തള്ളാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കാം. ഈ കേബിൾ ശ്രദ്ധിച്ച്, ഈ കേബിളിൽ ഇത്ര ലെങ്ത് ഉണ്ട്. ഓൾറെഡി ഈ കേബിളും ഔട്ടർ പൊട്ടി തന്നെ നിൽക്കണേ. പക്ഷെ എന്നാൽ പോലും ഈ കേബിളിന് ഇത്ര ലെങ്ത് ഉണ്ട്. തൊട്ടടിയിൽ തന്നെ കോമ്പി ബ്രേക്കിൻ്റെ കേബിളുണ്ട്. അപ്പോൾ ഇതിന് ഫുൾ ലോഡായിട്ട് നിൽക്കാം. അപ്പോൾ നമുക്കത് അഴിച്ച് ആ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടണം. അതേപോലെ തന്നെ 2 ബ്രേക്കും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമ്പ് ഗ്രീസ് ചെയ്യണതാണ് ബെറ്റർ. കാരണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്തായാലും മഴയുടേതായിട്ടുള്ള പ്രോബ്ലംസ് വരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസുകൾ, കേബിളുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഴിക്കുമ്പോൾ ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് അഴിച്ച് അതിൻ്റെ ക്യാമ് കാര്യങ്ങൾ ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യുക. അതേപോലെ ആ കേബിൾ മാറ്റുക. അപ്പോൾ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ, ഈ കേബിൾ എന്ന് പറഞ്ഞാലും അത് അഴിക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതും ഓൾറെഡി ഔട്ട് വലിയ ഞാൻ നിൽക്കണേ. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ആ 2 ബ്രേക്ക് കേബിളും മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം നമുക്ക് ആ 2 ബ്രേക്ക് കേബിളും മാറ്റി 2 ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമ് ഗ്രീസ് ചെയ്ത് എൻജിൻ ഓയിൽ മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.